ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത SCERT സീരീസിന്റെ പുതിയൊരു ഭാഗമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കണ്ടുവരിക. അതേപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അതേപോലെ തന്നെ കമൻറ്റുകളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൃത്യമായിട്ട് ആ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് നോക്കാം. 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ഭാഗം, സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ഭാഗത്തിലെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ഭാഗത്തിലൂടെ 5ാമത്തെ ചാപ്റ്ററാണ് പരിചയപ്പെടുന്നത്. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാൻ പോകുന്നത്. കൃത്യമായിട്ട് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് പരിചയപ്പെടേണ്ടത്, എന്തൊക്കെയാണ് ഈ ഭാഗത്ത് PSC ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക, എങ്ങനെയൊക്കെ പ്രസ്താവന രീതിയിൽ ചോദിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങോട്ടേക്ക് പരിചയപ്പെടുക. നോക്കാം നമുക്ക്. ഫസ്റ്റ്, ഈ രീതിയിൽ ഒരു ദേശഭക്തി ഗാനം നമ്മൾ മുമ്പേ സിനിമകളിലും അല്ലാതെയും ഒക്കെ കേട്ടതാണ് അല്ലെ. നോക്കാം. ഇത് ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്താനായി 1998 രചിക്കപ്പെട്ട മിലേ സുർ മേര എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അതിനകത്ത് നമുക്ക് നാനാത്വത്തിൽ ഏകത്വം എന്നൊരു പ്രതിവാദി വിഷയമുണ്ട്. നമ്മളെ ഭരണഘടനയിലും നമ്മളെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ രീതിയിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഭാഷകളിലെ വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഗാനം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതായത് വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ വിവിധ മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടിച്ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിന്റെ സന്ദേശം. ഈ ഐക്യം വ്യക്തിതലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും പ്രധാനമാണ്. അപ്പോൾ ഈ കാര്യത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ് സംസ്കാരം എന്നതിന് ഒരു ഡെഫിനിഷനായിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. എന്തൊക്കെ ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നത്? ഭക്ഷണമുണ്ട്, വേഷമുണ്ട്, ഭാഷയുണ്ട്. ഇതൊക്കെ കൂടിച്ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംസ്കാരം രൂപപ്പെടുന്നത്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിന്റെ ഭാഗമാണ്. സംസ്കാരമില്ലാത്ത വ്യക്തികൾ എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ അവന്റെ സംസ്കാരം കണ്ടുപഠിക്കുക എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുകയും ചെയ്യുന്നതും ഒക്കെ എന്താ, ഓരോ സംസ്കാരത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. അതായത് സംസ്കാരം നമ്മൾ എന്ത് ചെയ്യാണ്, പരമ്പരാഗതമായി കിട്ടുന്നതാണ് എന്നൊരു ഘടകം കൂടെ പറയുന്നുണ്ട്. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും എന്ത് പറയാം, സംസ്കാരം എന്ന് പറയാം. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം, സംസ്കാരം എന്ന് വിളിക്കാം. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഈ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പരിചയപ്പെടും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ, ഒരു ഡെഫിനിഷൻ എന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെട്ടു പോകുന്ന ഈ ഭാഗം. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, സംസ്കാരം എങ്ങനെയാണ് ആർജിക്കുന്നത് എന്നാണ് അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അതായത് സംസ്കാരം മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. പല പശ്ചാത്തലത്തിൽ ജനിച്ചു വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഓരോ സംസ്കാരങ്ങളായിരിക്കും അല്ലെ. സാമൂഹീകരണ പ്രക്രിയയിലാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത്. എങ്ങനെയാണ്? സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത്. അതായത് ആലോചിച്ച് വെക്കേണ്ട കാര്യം, മറ്റാരുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കാത്ത ജനവിഭാഗങ്ങളുടെയൊക്കെ സംസ്കാരവും സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ സംസ്കാരവും ഒക്കെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു പോയിന്റാണ് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്. സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വ്യക്തിയുടെയും സംസ്കാരം ആർജിക്കുന്നത്. ഓർത്ത് വെച്ചോളണേ.
നെക്സ്റ്റ്, എന്താ സാമൂഹീകരണം? നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് സംസ്കാരം ആർജിക്കുന്നത്. അപ്പൊ എന്താ ഈ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണെന്ത്? സാമൂഹീകരണം. കിട്ടി? എന്താ സാമൂഹീകരണം? എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയ നമുക്ക് എന്ത് വിളിക്കാം? സാമൂഹീകരണം എന്ന് വിളിക്കാം. ക്ലിയർ? ഇത് ജനനം മുതൽ ആരംഭിച്ചിട്ട് ജീവിതകാലം മുഴുവൻ തുടരുന്നൊരു പ്രക്രിയ. ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല. ജനനം മുതൽ എവിടെ വരെ ഉണ്ടാവും? മരണം വരെ ഉണ്ടാവും. ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാര്, മാധ്യമങ്ങള് തുടങ്ങിയവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ കുടുംബത്തിലുള്ള സ്വഭാവം എന്താണോ, അല്ലെങ്കിൽ സംസ്കാരം എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, ആ രീതിയിൽ കൂട്ടുകാരെങ്ങനെയുള്ള ആൾക്കാരാണ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇവയൊക്കെ എന്ത് ചെയ്യും? സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അടുത്തതായി നമ്മൾ സംസാരിക്കുന്ന രണ്ട് ടോപ്പിക്ക് ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരം. ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം ഇവയെല്ലാം എന്താണ്? സംസ്കാരത്തിന്റെ വിവിധ ഘടകങ്ങളാണ്. ഏതൊക്കെ ഘടകങ്ങൾ? കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം ഇവയെല്ലാം എന്താ? സംസ്കാരത്തിന്റെ വിവിധ ഘടകങ്ങളാണല്ലോ. അപ്പൊ ഇവയൊക്കെ എന്താ? മനുഷ്യനിർമ്മിതി കൂടിയാണ്. അപ്പൊ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഘടകങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. സംസ്കാരത്തിന്റെ വിവിധ ഘടകങ്ങൾ കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം ഇവയൊക്കെയാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംസ്കാരത്തിന്റെ വിവിധ ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ സംസ്കാരം മനുഷ്യനിർമ്മിതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവ ഭൗതിക സംസ്കാരത്തിന്റെ ഘടകങ്ങളാണ്. അപ്പൊ ഭൗതിക സംസ്കാരത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ, അതായത് എന്താണ്? ഭൗതികമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ എന്താ? ഭൗതിക സംസ്കാരത്തിന്റെ ഘടകങ്ങളാണ്. ഓക്കെ, എന്നാൽ എന്താണ് ഭൗതികേതര സംസ്കാരത്തിന്റെ ഘടകങ്ങൾ? അപ്പൊ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. എങ്ങനെയായിരിക്കും? പ്രകടമായി കാണാൻ പറ്റാത്തത്. പ്രകടമായി കാണാൻ പറ്റാത്തതിന് എന്ത് വിളിക്കാം? അതാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഭൗതികേതര സംസ്കാരം. അപ്പൊ അതിനകത്ത് എന്തുണ്ടാവില്ല? രൂപം ഉണ്ടാവില്ല. അതേപോലെ തന്നെ കുറച്ച് വിശ്വാസങ്ങളായിരിക്കും, ചിന്തകളായിരിക്കും, ആശയങ്ങളായിരിക്കും ഏതിലുണ്ടാവുക? ഭൗതികേതര സംസ്കാരത്തിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കി, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭൗതിക സംസ്കാരത്തിന്റെ ഘടകങ്ങളിൽ ഏതൊക്കെ വരും, അതേപോലെ തന്നെ ഭൗതികേതര സംസ്കാരത്തിൽ ഏതൊക്കെ ഘടകങ്ങൾ വരും എന്ന രീതിയിലൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ഇതാ ഈ പട്ടിക നിങ്ങൾക്കൊന്ന് പൂർത്തിയാക്കാൻ പറ്റൂലേ? അതായത് മലയാളം, ഷർട്ട്, പുസ്തകം, മതവിശ്വാസങ്ങൾ, പാത്രങ്ങൾ, വീട്, ബാഗ്, സ്നേഹം, വാച്ച്, ഫോണ്, മൺവെട്ടി, ബഹുമാനം, ജ്ഞാനം ഇതൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരം എന്ന രീതിയിൽ തരംതിരിക്കണം. എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക. ആ കാണാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ എന്തായിരിക്കും? അത് ഭൗതിക സംസ്കാരമായിരിക്കും. അല്ലാത്തത് എന്തായിരിക്കും? ഭൗതികേതരായിരിക്കും എന്ന രീതിയിൽ ചിന്തിച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് തന്നെ. അപ്പൊ മലയാളം എന്താ? അതൊരു ഭൗതികേതര സംസ്കാരമാണെന്ന് പറയാം അല്ലെ? ഷർട്ട് അപ്പൊ എന്താ? ഭൗതിക സംസ്കാരമാണ്. പുസ്തകം ഭൗതിക സംസ്കാരമാണ്. മതവിശ്വാസം ഭൗതികേതരമാണ്. പാത്രങ്ങൾ ഭൗതികമാണ്. വീട് ഭൗതികമാണ്. ബാഗ് ഭൗതികമാണ്. സ്നേഹം ഭൗതികേതരമാണ്. വാച്ച് എന്താണ്? ഭൗതികം. ഫോണ് ഭൗതികം. മൺവെട്ടി ഭൗതികം. ബഹുമാനം, ജ്ഞാനം ഇതൊക്കെ എന്താ? ഭൗതികേതര സംസ്കാരം. അപ്പൊ ഏതൊക്കെയാ ഇതിൻ്റെ അകത്ത് ഭൗതികേതര സംസ്കാരം എന്ന് പറഞ്ഞത്? മലയാളം, മതവിശ്വാസങ്ങള്, സ്നേഹം, ബഹുമാനം, ജ്ഞാനം. അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള ഭാഗം ഇതാണ്. അതായത് സംസ്കാര വൈവിധ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭാഷാ വൈവിധ്യം. അപ്പൊ അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് വേണ്ടി 2 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മുമ്പ് PSCക്ക് വന്നാണ്. കാര്യം ഇതാണ്: നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകൾ ഉണ്ടെന്ന് കണ്ടെത്തൂ. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്. അപ്പൊ ഈ രീതിയിൽ 2 ക്വസ്റ്റ്യൻ അവർക്ക് ഇട്ടിട്ടുണ്ട്. ആ ഭാഗമാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നോക്കി
ഇതാ ഒരു രൂപ നോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? കുറേ ഭാഷകളിൽ 1 രൂപ എന്ന് എഴുതിയത് കാണാൻ പറ്റും. ആ രീതിയിൽ ഏതൊരു ഇന്ത്യൻ രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതി കാണാൻ പറ്റും. നമുക്ക് അത് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് അടുത്ത് അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുള്ളത്. നോക്കണം, ഇതിൻ്റെ അകത്ത് PSC എപ്പോഴും ചോദിക്കുന്ന സമയത്ത് ഒരു ട്രാപ്പിലേക്ക് നമ്മൾ നയിക്കുന്ന 2 വസ്തുക്കളാണിത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്, ഇന്ത്യൻ കറൻസി നോട്ടിലെ ഭാഷകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കി വെച്ചോളണം 17 ഉണ്ട്. 17 ഭാഷകളാണ് ഇന്ത്യൻ കറൻസി നോട്ട് കാണാൻ പറ്റുക. അതിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ലാംഗ്വേജ് പാനലില്ലേ, ആ ലാംഗ്വേജ് പാനലിൽ മാത്രം എത്ര ഭാഷകൾ ഉണ്ടെന്നുള്ള രീതിയിലാണെങ്കിൽ അത് 15 ആണ്. ആ 15 എണ്ണാണ് താഴെ നിങ്ങൾ എഴുതിപ്പോയ കാണുന്നത്. അടുത്ത കാര്യം, ഭരണഘടന എടുത്തു കഴിഞ്ഞാൽ ഭരണഘടനയുടെ 8ാം അനുബന്ധത്തിലാണ് എന്ത് പറയുന്നത്? ഭാഷകളെ കുറിച്ച് പറയുന്നത്. ലാംഗ്വേജിനെ കുറിച്ച് എവിടെയാ പറയുന്നത്? 8ലാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 22 ഭാഷകളെ കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. കിട്ടിയല്ലോ? കറൻസി നോട്ടിൽ 17, അതിൽ തന്നെ ലാംഗ്വേജ് പാനലിൽ 15, ഇനി ഭരണഘടനയിലാണെങ്കിൽ 22 ഭാഷകൾ. കിട്ടിയല്ലോ? നോക്കിയേ, ഇതാണ് ഈ തന്നിരിക്കുന്ന ഭാഗത്തിൽ ലാംഗ്വേജ് പാനൽ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇതാണ് കേട്ടോ ലാംഗ്വേജ് പാനൽ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ആ ലാംഗ്വേജ് പാനലിൽ എത്ര ഉണ്ട്? അവിടെ 15 ഭാഷകളുണ്ട്. ആ ഭാഷകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇതിന് പുറമെ 2 ഭാഷയും കൂടി ഉണ്ടല്ലോ, അങ്ങനെയല്ലേ 17 ആയിട്ട് മാറുന്നത്. ആ 2 ഭാഷ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് ഇതാ ഇവിടെ ഇംഗ്ലീഷിൽ കാണാം, അതേപോലെ തന്നെ എന്തിലും കാണാം? ഹിന്ദിയിലും കാണാം. ആ രീതിയിൽ 2 ഭാഷയും കൂടി ഉണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ 17 ഭാഷകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. സിമ്പിളാണ്. അത് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 17. ഈ ലാംഗ്വേജ് പാനലിൽ എത്ര ഭാഷകൾ? അത് 15. കിട്ടി? നെക്സ്റ്റ് അടുത്തായിട്ട് ഏതൊക്കെ ഭാഷകൾ നോക്കിയാൽ നിങ്ങൾ? ഒന്ന് ആസാമീസ്. കൃത്യമായിട്ട് ആ ഭാഷകൾ ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ആസാമീസ്, നെക്സ്റ്റ് ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കിണി, മലയാളം. അപ്പോൾ മലയാളം എത്രാമത്തെ ഭാഷ എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. 1 ആസാമീസ്, 2 ബംഗാളി, 3 ഗുജറാത്തി, 4 കന്നഡ, 5 കാശ്മീരി, 6 കൊങ്കിണി, 7 മലയാളം. 7ാമത്തെ ഭാഷയാണ് മലയാളം കേട്ടോ. പിന്നെ അടുത്തായിട്ട് മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്കു, ഉറുദു. ഇത്രയും ഭാഷകളാണ് ഇവിടെ നിങ്ങൾക്ക് 15 ഭാഷകളായിട്ട് ആ ലാംഗ്വേജ് പാനൽ കാണാൻ പറ്റുക. വിദേശ ഭാഷ ഇതിൻ്റെ അകത്ത് ഏതാണുള്ളതെന്ന് കിട്ടിയല്ലോ, അത് നേപ്പാളി ഭാഷയാണ്. ഇതൊക്കെ ഒരു എക്സ്ട്രാ പോയിന്റ്സ് ആയിരുന്നു, ആലോചിച്ച് വെച്ചോളണം. മലയാളം 7ാമത്, വിദേശ ഭാഷ നേപ്പാളി, മൊത്തത്തിൽ 17 ഭാഷകൾ, 15 എണ്ണം ലാംഗ്വേജ് പാനലിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ആലോചിച്ച് വെച്ചോളാം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അടുത്തായിട്ട് സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം തന്നെ അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത്. ആ ഭാഗത്തിലൂടെ പരിചയപ്പെടേണ്ട ഒന്നാമത്തെ കാര്യം, സംസ്കാരം അത് പഠിച്ചെടുക്കുന്നതാണ്. ഓക്കെ, സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് എന്നാണ് ഒന്നാമത്തെ ഭാഗം. അതായത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് അല്ലേ, മറ്റുള്ള ആൾക്കാരുടെ എല്ലാം കൂടിയിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യമാണ് ഏത്? അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പങ്കുവെക്കുന്നതാണ്, മറ്റൊരാളിലേക്ക് പങ്കുവെക്കുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, മറ്റൊരാൾ പകർന്നു തരുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത്. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും സംസ്കാരങ്ങളൊക്കെ. അതേപോലെ തന്നെ സാമ്പ്രദായികമാണ്, പ്രതീകാത്മകമാണ്, ചലനാത്മകമാണ്. മാറ്റം ഉണ്ടാകും, സംസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ പോയി മാറും അല്ലേ. എന്തായാലും ആ രീതിയിലൊക്കെയാണ് സംസ്കാരത്തിന്റെ സവിശേഷതകൾ. ഓർത്ത് വെക്കുക. ഒരു പക്ഷേ പ്രസ്താവന രീതിയിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാം. എങ്ങനെയൊക്കെ ഉള്ളതാ? പഠിച്ചെടുക്കുന്നതാണ്, സമ്പ്രദായികമാണ്, പ്രതീകാത്മകമാണ്, പങ്കുവെക്കുന്നതാണ്, ചലനാത്മകമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഭാഗം ഓർത്ത് വെച്ചോളണം ഈ ഭാഗം ഒന്ന്. അടുത്ത കാര്യം നോക്കിയേ, സാംസ്കാരിക മാറ്റങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? 2 രീതിയിൽ ഉണ്ടാവാം. ആന്തരിക ഘടകങ്ങൾ അതിന് കാരണമാകാം, അതേപോലെ തന്നെ അടുത്ത ഘടകം എന്ന് പറയുന്ന ബാഹ്യ ഘടകങ്ങളാണ്. അവിടെ കിട്ടേണ്ട കാര്യം ആന്തരിക ഘടകങ്ങൾ ഏതൊക്കെ എന്ന രീതിയിൽ ചോദിക്കാം. ഒന്ന് സാംസ്കാരിക വ്യാപനമാണ്, സാംസ്കാരിക വ്യാപനം. പിന്നെ അന്യ സംസ്കാര മാർജികലാണ്. പിന്നെ സാംസ്കാരിക സ്വാംശീകരണമാണ്. ഇതൊക്കെയാണ് എന്ത്? ആന്തരിക ഘടകങ്ങൾ. ഏതൊക്കെ ആന്തരിക ഘടകങ്ങൾ? സാംസ്കാരിക വ്യാപനം, അന്യ സംസ്കാര മാർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം.
ബാഹ്യഘടകങ്ങൾ രണ്ടെണ്ണമാണ്, സാംസ്കാരിക നവീകരണവും പാരിസ്ഥിതിക വ്യതിയാനവും. അപ്പം ഓർത്തു വെക്കേണ്ട ഘടകം ഈ ആന്തരിക ഘടകത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്, ബാഹ്യ ഘടകങ്ങളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്. കൃത്യമായിട്ട് ഇതിന്റെ വിശദീകരണം അത്രത്തോളം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത്. അതായത് നമ്മൾ മറ്റെങ്ങോട്ടെങ്കിലും താമസം മാറിപ്പോയാലും നമ്മൾ ഓണമൊക്കെ എവിടെ പോയാലും ആഘോഷിക്കാറുണ്ട് അല്ലേ, ലോകത്തിന്റെ എവിടെ പോയാലും ഓണമൊക്കെ ആഘോഷിക്കാറുണ്ട്. ആ രീതിയിൽ സാംസ്കാരിക വ്യാപനം നടക്കാം. പിന്നെ അടുത്തായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മറ്റെവിടുന്നെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാരുടെ സംസ്കാരങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അത് ഫോളോ ചെയ്യാറുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഹോളി പോലെയുള്ള ആഘോഷങ്ങൾ ഇപ്പം ആർജിച്ച് വരുന്നുണ്ട്. അപ്പം ആ രീതി സംസ്കാരം ആർജിക്കുന്ന രീതിയിൽ വരാം. പിന്നെ സാംസ്കാരിക സ്വാംശീകരണം, ഒരു സംസ്കാരത്തിന്റെ മുകളിൽ മറ്റൊരു സംസ്കാരം എന്ത് ചെയ്യാം, കടന്ന് കയറുന്നതിനാണ് ഇത് പറയാം സ്വാംശീകരണം എന്ന രീതി പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ആന്തരിക ഘടകങ്ങൾ. ഓർത്ത് വെക്കുക, 3 ആന്തരിക ഘടകങ്ങൾ, അതേപോലെ തന്നെ 2 ബാഹ്യ ഘടകങ്ങൾ. ബാഹ്യ ഘടകങ്ങൾ സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം. ആ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും. നവീകരണവും അതേപോലെ തന്നെ പാരിസ്ഥിതിക വ്യതിയാനവും ഒക്കെ എന്തായാലും വാക്ക് കേട്ടാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഓർത്ത് വെച്ചോളാം, ഈ മാറ്റങ്ങളിൽ ഏതൊക്കെയാണ് ആന്തരിക ഘടകങ്ങൾ, ഏതൊക്കെയാണ് ബാഹ്യ ഘടകങ്ങൾ, ഇങ്ങനൊരു പോയിന്റാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളത്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഭാഗങ്ങൾ ഇതിനകത്തുള്ളത്. ചെറിയ ചാപ്റ്റർ ആയിരുന്നു. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് പോയിന്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതി സൂക്ഷിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ഓക്കെ, ബൈ.